നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ കാണുന്നൊരു വീഡിയോ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നായാലും കൃത്യമായി നമ്മുടെ ഫോണിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന്? ഇന്റർനെറ്റിന്റെ ഈ മാന്ത്രികതയ്ക്ക് പിന്നിൽ ശരിക്കും ഒരു ഡിജിറ്റൽ പോസ്റ്റൽ സിസ്റ്റം തന്നെയുണ്ട്. ഇന്ന് നമ്മൾ അതിന്റെയൊക്കെ പിന്നിലെ ഒരു രഹസ്യം പൊള്ളിക്കാൻ പോവാണ്. എന്താണ് ഈ IP അഡ്രസ്സുകൾ? അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ 5 പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു ഡിജിറ്റൽ പിൻകോഡ് എന്ന ആശയത്തിൽ നിന്ന് തുടങ്ങി IP അഡ്രസ്സിന്റെ ഘടന എന്താണെന്നും പണ്ടതിനെ എങ്ങനെയാണ് ക്രമീകരിച്ചിരുന്നതെന്നും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന CIDR എന്ന സിസ്റ്റത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ശരി, നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. ഇന്റർനെറ്റ് ഒരു മഹാസമുദ്രം പോലെയാണെങ്കിൽ അതിലൂടെ ഒഴുകി നടക്കുന്ന കോടിക്കണക്കിന് ഡാറ്റ പാക്കറ്റുകൾക്ക് വഴി തെറ്റാതെ എങ്ങനെയാണ് കൃത്യമായി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്താൻ സാധിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളുണ്ട്. അതിനിടയിൽ നിന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ഡേറ്റ അതെങ്ങനെയാണ് കൃത്യം നിങ്ങളുടെ സ്ക്രീനിലേക്ക് മാത്രം എത്തുന്നത്? അതിനു പിന്നിൽ വളരെ കൃത്യമായൊരു അഡ്രസ്സിംഗ് സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തിന് ശരിക്കും 2 വിലാസങ്ങൾ വേണം. ഇങ്ങനെയൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിലെ വൈഫൈ നെറ്റ്വർക്ക് ഒരു വലിയ അപ്പാർട്ട്മെന്റ് കെട്ടിടം പോലെയാണ്. IP അഡ്രസ് എന്ന് പറയുന്നത് ആ ഡേറ്റ പാക്കറ്റിനെ ശരിയായ കെട്ടിടത്തിലേക്ക് എത്തിക്കുന്ന പോസ്റ്റൽ അഡ്രസ്സാണ്. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലെ ഏത് അപ്പാർട്ട്മെന്റിലാണ് നിങ്ങളുടെ ഫോൺ ഇരിക്കുന്നത്? അതാണ് MAC അഡ്രസ് തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ IP അഡ്രസ് ബിൽഡിംഗിലേക്കുള്ള വഴി കാട്ടുന്നു, MAC അഡ്രസ് കൃത്യം ഫ്ലാറ്റ് നമ്പർ ഏതാണെന്ന് പറയുന്നു. ശരി, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ എപ്പോഴും കാണുന്ന ഈ IP അഡ്രസ്സിലെ അക്കങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. ഈ സംഖ്യ ഒന്ന് നോക്കിക്കേ. ഏകദേശം 430 കോടി. ഇതാണ് IPv4 എന്ന സിസ്റ്റം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ആകെ IP അഡ്രസ്സുകളുടെ എണ്ണം. ഇതൊരു ഭയങ്കര വലിയ സംഖ്യയായിട്ട് തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഈ അക്കങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഒരു IPv4 അഡ്രസ് എന്നത് 32 ബിറ്റുകളുള്ള ഒരു ബൈനറി സംഖ്യയാണ്. അതായത് 32 പൂജ്യങ്ങളോ ഒന്നുകളോ ഒക്കെ ചേർന്ന ഒരു നീണ്ട നമ്പർ. ഇത് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് 8 ബിറ്റുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ 8 ബിറ്റിന്റെ ഗ്രൂപ്പിനെയും നമ്മൾ ഒക്ടറ്റ് എന്ന് വിളിക്കും. ഒരേ IP അഡ്രസ്സിനെ നമുക്ക് 2 രീതിയിൽ എഴുതാൻ പറ്റും. ഈ മുകളിൽ കാണുന്ന 0 1 നിറഞ്ഞ ബൈനറി രൂപം കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാക്കാനാണ്. താഴെ കാണുന്ന 127.0.0.1 എന്ന ഡെസിമൽ രൂപം നമ്മൾക്ക് മനുഷ്യർക്ക് എളുപ്പത്തിൽ വായിക്കാനും ഓർത്തുവെക്കാനുമാണ്. സംഭവം ഒന്നുതന്നെ. ഇത് കണ്ട് ആരും പേടിക്കേണ്ട. ഈ കണക്ക് വളരെ സിമ്പിളാണ്. ഒരു ബൈനറി സംഖ്യയിൽ 1 എവിടെയൊക്കെയാണോ വരുന്നത് അതിന് നേരെ മുകളിലുള്ള വിലകൾ അങ്ങ് കൂട്ടിയാൽ മതി. ഉദാഹരണത്തിന് 1100000 എന്ന ബൈനറിയിൽ ആദ്യത്തെ 2 സ്ഥാനങ്ങളിൽ 1 ഉണ്ട്. ആ സ്ഥാനങ്ങളുടെ വിലകളായ 128ഉം 64ഉം തമ്മിൽ കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 192 കിട്ടും. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഈ 430 കോടി അഡ്രസ്സുകളെ എങ്ങനെയാണ് ഒന്ന് ഓർഗനൈസ് ചെയ്യുക? കാരണം എല്ലാവർക്കും ഒരേപോലത്തെ നെറ്റ്വർക്ക് അല്ലല്ലോ വേണ്ടത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് ഇന്റർനെറ്റിന്റെ തുടക്കകാലത്ത് ക്ലാസുകൾ എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നത്. ഈ രീതി അനുസരിച്ച് IP അഡ്രസ്സുകളെ പ്രധാനമായും 3 സൈസുകളായിട്ട് തിരിച്ചു. ക്ലാസ് A എന്നത് ഭീമൻ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു, കോടിക്കണക്കിന് ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ക്ലാസ് B ഇടത്തരം നെറ്റ്വർക്കുകൾക്ക്, പിന്നെ ക്ലാസ് C നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയുള്ളതും. അതിലേകദേശം 254 ഡിവൈസുകളെ വരെ കണക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ സിസ്റ്റത്തിന് ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഇതൊട്ടും ഫ്ലെക്സിബിൾ ആയിരുന്നില്ല. ഒരു സ്ഥാപനത്തിന് ഒരു 300 IP അഡ്രസ്സ് വേണമെന്നിരിക്കട്ടെ. 254 അഡ്രസ്സുകളുള്ള ക്ലാസ് C അവർക്ക് തികയില്ല. അപ്പോൾ അവർ 65,000-ത്തിലധികം അഡ്രസ്സുകളുള്ള ക്ലാസ് B എടുക്കേണ്ടി വരും. ഇത് കാരണം ആയിരക്കണക്കിന് IP അഡ്രസ്സുകൾ ഉപയോഗിക്കാതെ വെറുതെ വേസ്റ്റായിപ്പോയി. അതുകൊണ്ട് ഇതിലും നല്ലൊരു സിസ്റ്റം കൂടിയേ തീരൂ എന്നായി. അങ്ങനെയാണ് CIDR എന്നൊരു പുതിയ അടിപൊളി സിസ്റ്റം വരുന്നത്. പഴയ ക്ലാസ് സമ്പ്രദായത്തെ മാറ്റിമറിച്ച ഒരു പരിഹാരമായിരുന്നു ഇത്. അപ്പോൾ എന്താണ് ഈ CIDR? സിമ്പിളായി പറഞ്ഞാൽ ക്ലാസുകളുടെ ആ ഒരു കർശനമായ വേർതിരിവ് ഇത് എടുത്തു കളഞ്ഞു. പകരം ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് വലുപ്പത്തിലുമുള്ള നെറ്റ്വർക്ക് ബ്ലോക്കുകൾ മുറിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണിത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അതിന്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയായിരുന്നു. ഇത് അഡ്രസ്സുകൾ പാഴാകുന്നത് ഒരുപാട് കുറച്ചു. CIDRന്റെ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ
ഒരു IP അഡ്രസ്സിനെ അത് 2 ഭാഗങ്ങളായി തിരിക്കും. ഒരു ഭാഗം നെറ്റ്വർക്കിന് വേണ്ടിയും മറ്റേ ഭാഗം ആ നെറ്റ്വർക്കിലെ ഉപകരണങ്ങൾക്ക് വേണ്ടിയും. ഒരു സ്ലാഷ് ഇട്ട ശേഷം വരുന്ന നമ്പർ ഈ വിഭജനം എവിടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞുതരും. ഉദാഹരണത്തിന് 192.168.10.39/24 എന്ന് കാണുമ്പോൾ പഴയപോലെ ഇത് ക്ലാസ് സി ആണെന്ന് പറയുന്നതിന് പകരം നമ്മൾ അതിന്റെ കൃത്യമായ വലിപ്പം പറയുകയാണ്. ഇവിടെ ഈ കാണുന്ന 24 അതാണ് നെറ്റ്വർക്ക് എത്ര വലുതാണെന്ന് നമ്മളോട് പറയുന്നത്. ഈ 24 എന്നതിനർത്ഥം എന്താണ്? 32 ബിറ്റുകളുള്ള IP അഡ്രസ്സിലെ ആദ്യത്തെ 24 ബിറ്റുകൾ നെറ്റ്വർക്കിനെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 8 ബിറ്റുകൾ ആ നെറ്റ്വർക്കിലെ ഡിവൈസുകൾക്ക് കൊടുക്കാം. നെറ്റ്വർക്കിന്റെ ഈ ഒരു അതിർത്തി നിശ്ചയിക്കുന്നതിനെയാണ് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. 24 എന്നാൽ ആ മാസ്കിലെ ആദ്യത്തെ 24 ബിറ്റുകളും 1 ആയിരിക്കുമെന്ന് ചുരുക്കം. പക്ഷേ ഒരു നെറ്റ്വർക്കിലെ എല്ലാ IP അഡ്രസ്സുകളും നമുക്ക് ഡിവൈസുകൾക്ക് കൊടുക്കാൻ പറ്റോ? ഇല്ല. ചില അഡ്രസ്സുകൾ ചില പ്രത്യേക ജോലികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. പ്രധാനമായും 3 എണ്ണമുണ്ട്. നെറ്റ്വർക്ക് അഡ്രസ്. ഇത് ആ നെറ്റ്വർക്കിന്റെ ഒരു പേര് പോലെയാണ്, അതായത് ആദ്യത്തെ വിലാസം. പിന്നെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. ഇത് നെറ്റ്വർക്കിലെ എല്ലാവർക്കും ഒരേ സമയം ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത് പോലെയാണ്. അതെപ്പോഴും അവസാനത്തെ വിലാസമായിരിക്കും. പിന്നെ ഡീഫോൾട്ട് ഗേറ്റ്വേ. ഇതാണ് പുറം ലോകത്തേക്കുള്ള നമ്മുടെ വാതിൽ, അതായത് നമ്മുടെ റൂട്ടറിന്റെ അഡ്രസ്. ഇതാണ് നമ്മളെ ഇന്റർനെറ്റുമായി സംസാരിക്കാൻ സഹായിക്കുന്നത്. അപ്പോ ഇതാണ് IPv4 അഡ്രസ്സുകളുടെ ലോകം. വളരെ ലളിതമായി നമ്മൾ അതിന്റെ കഥ പറഞ്ഞു. പക്ഷേ ഈ 430 കോടി അഡ്രസ്സുകളും ഇപ്പോൾ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. ഇന്റർനെറ്റിന്റെ വളർച്ച ഇവിടെ നിൽക്കുമോ? അതോ ഇന്റർനെറ്റിന്റെ അഡ്രസ് ബുക്കിന് പുതിയൊരു അധ്യായമുണ്ടാകുമോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.